അന്നൊരു മല്ലയുദ്ധം ചിത്രീകരിക്കാൻ വേണം. അപ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി ആദ്യമായിട്ട് സിനിമാ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് വന്നു. അതുവരെ ഇലക്ട്രിസിറ്റി ഇല്ല. അതുകൊണ്ട് ലൈറ്റപ്പ് ചെയ്ത് ചിത്രീകരിക്കാറില്ല. നാച്ചുറൽ ലൈറ്റിലാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇലക്ട്രിക് ലൈറ്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നു. അത് മോഷണം ഓൺ ദി സ്പോട്ട് അങ്ങനെ ആയിട്ട് ചെയ്യുകയാണ് വിറ്റാഗ്രാഫ്, അത് മറ്റൊരു കമ്പനി. അവർ പിന്നിൽ നിന്ന് ഇത് ചെയ്യുന്നു. ഈ സമയത്ത് ആരും അറിയാതെ രഹസ്യമായിട്ട് അതിൻ്റെയും പിന്നിൽ വേറൊരു കൂട്ടർ നിൽപ്പുണ്ട്. അത് എഡിസൻ്റെ സ്റ്റുഡിയോയാണ്. ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ബയോഗ്രാഫുകാർ കണ്ടുപിടിച്ചു ബാക്കിൽ ഒരു കൂട്ടർ നിന്ന് തങ്ങൾ ഇത്രയും പണം മുടക്കി ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചത് വേറൊരു കൂട്ടർ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. നല്ല കാലാവസ്ഥയാണ്. അന്നത്തെ നൈട്രേറ്റ് ഫിലിമൊക്കെ വളരെ നല്ല കാലാവസ്ഥയിലാണെങ്കിൽ മാത്രമേ അത് സൂക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് പറ്റിയ കാലാവസ്ഥയായിരുന്നു അവിടെ. അങ്ങനെ വളരെ വിജയകരമായി ആ ഷൂട്ടിങ്. ഇതറിഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ധാരാളം സിനിമാക്കാരവിടെ വരാൻ തുടങ്ങിയപ്പോൾ അവിടെ സ്റ്റുഡിയോകളുണ്ടായി. അവിടെ ആർട്ടിസ്റ്റുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. ആ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹോളിവുഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഒരു സിനിമാ നഗരമായി മാറുന്നത്. ആ രീതിയിലാണ്. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. ഈ അടുത്ത് ഞാനൊരു ചലച്ചിത്ര ചർച്ചയുടെ സ്ഥലത്ത് പോയപ്പോൾ ചിലർ പറഞ്ഞു, ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പം പഴയ വലിയ ഫേമസ് സ്റ്റുഡിയോകളുടെ പേര് ഇപ്പോഴും കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം, എങ്ങനെയാണ് ഈ സ്റ്റുഡിയോകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു സംശയം, ന്യായമായ ഒരു സംശയമാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ആ അമേരിക്കൻ സ്റ്റുഡിയോകളുടെ ഒരു പ്രവർത്തന രീതി ആയിരുന്നില്ല നമ്മുടെ സ്റ്റുഡിയോ. നമ്മുടെ സ്റ്റുഡിയോകൾ കൂടുതൽ വ്യക്തികളുടെ കീഴിലൊക്കെ ആയിരുന്നു. അവിടെ വലിയ കമ്പനികളാണ്, കമ്പനി നിയമങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പം ഈ സ്റ്റുഡിയോകൾ തമ്മിൽ ലയിക്കാറുണ്ട്. അവകാശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ അതൊരു വമ്പൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായിട്ട് അതങ്ങ് മാറുന്നു. ഇവിടെ അങ്ങനെയല്ല, വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോഴേക്കും നിൽക്കുന്നു. അപ്പോൾ സ്റ്റുഡിയോകൾ എന്ന് പറയുന്നത് സിനിമയുടെ ചരിത്രത്തിൽ വളരെ രസകരമായ ഒരു അധ്യായം തന്നെയാണ്. കാരണം സ്വാഭാവികമായും അമേരിക്കൻ സിനിമയിലാണ് ഈ സ്റ്റുഡിയോകളുടെ സ്വാധീനം ഏറ്റവും കൂടുതലുണ്ടായത്. ഫ്രാൻസിലും ഒക്കെ ഉണ്ടായിരുന്നു, ജർമ്മനിയിൽ ഒക്കെ ഉണ്ട്. പക്ഷേ അമേരിക്കയാണ് ഏറ്റവും വലിയ സ്റ്റുഡിയോ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലം. അവിടെ ഈ നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിൽ തന്നെ സ്റ്റുഡിയോകൾ തമ്മിലുള്ള ചേരിപ്പോര് തുടങ്ങിയിരുന്നു. അപ്പോൾ നിശബ്ദ സിനിമയുടെ കാലത്തുണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങൾ, അത് വരുമ്പോൾ ഏറ്റവും പുതിയ പരിഷ്കാരങ്ങൾ ആരത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മത്സരം. അപ്പോൾ ഒരിക്കൽ ഉണ്ടായൊരു സംഭവമുണ്ട്, ഒരു മല്ലയുദ്ധം. അന്നങ്ങനെയാണല്ലോ, ഏതെങ്കിലും സംഭവങ്ങൾ, ഒരു റെസ്ലിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരിട്ട് പകർത്തി അത് കാണിക്കുകയാണല്ലോ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നത് പോലെയുള്ള ഒറ്റ സംഭവങ്ങൾ ആണല്ലോ ഷൂട്ട് ചെയ്തിരുന്നത്. അതാണല്ലോ അന്നത്തെ സിനിമ. അത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ ചേർത്താണ് പ്രദർശനം. അപ്പോൾ അന്നൊരു മല്ലയുദ്ധം ചിത്രീകരിക്കാൻ വേണം. അപ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി ആദ്യമായിട്ട് സിനിമാ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് വന്നു. അതുവരെ ഇലക്ട്രിസിറ്റി ഇല്ല. അതുകൊണ്ട് ലൈറ്റപ്പ് ചെയ്ത് ചിത്രീകരിക്കാറില്ല. നാച്ചുറൽ ലൈറ്റിലാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇലക്ട്രിക് ലൈറ്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നു. അത് ബയോഗ്രാഫ് എന്ന സ്റ്റുഡിയോ ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പബ്ലിസിറ്റിയായി. ഇതാ ബയോഗ്രാഫ് ഇലക്ട്രിക് ലൈറ്റുകൾ ഉപയോഗിച്ച് സിനിമ ചിത്രീകരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ബയോഗ്രാഫ് അവിടെ ലൈറ്റൊക്കെ നിരത്തി ഈ മല്ലയുദ്ധം അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഈ ബയോഗ്രാഫ് ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ ബാക്കിൽ വേറൊരു സ്റ്റുഡിയോക്കാർ, വൈറ്റാഗ്രാഫുകാർ, അവർ വന്നിട്ട് അവരുടെ ക്യാമറ സ്ഥാപിച്ച് രഹസ്യമായിട്ട് വെച്ച് ഈ വെളിച്ചത്തിൽ മറ്റവർ ചിത്രീകരിക്കുന്നതിനെ ഇവർ ചിത്രീകരിക്കുകയാണ്. അതായത് മോഷണം
ഓൺ ദി സ്പോട്ട് അങ്ങനെ ആയിട്ട് ചെയ്യുകയാണ് വിറ്റാഗ്രാഫ്, അത് മറ്റൊരു കമ്പനി. അപ്പോൾ അവർ പിന്നിൽ നിന്ന് ഇത് ചെയ്യുന്നു. ഈ സമയത്ത് ആരും അറിയാതെ രഹസ്യമായിട്ട് അതിൻ്റെയും പിന്നിൽ വേറൊരു കൂട്ടർ നിൽപ്പുണ്ട്. അത് എഡിസൻ്റെ സ്റ്റുഡിയോയാണ്. ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ബയോഗ്രാഫുകാർ കണ്ടുപിടിച്ചു ബാക്കിൽ ഒരു കൂട്ടർ നിന്ന് തങ്ങൾ ഇത്രയും പണം മുടക്കി ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചത് വേറൊരു കൂട്ടർ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ അവർ വന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇവർ തമ്മിൽ വലിയ അടിയുണ്ടായി. ഈ അടിയുണ്ടായത് ഈ മൂന്നാമത് നിന്ന, അപ്പം അവരാരും കണ്ടുപിടിച്ചിട്ടില്ല, എഡിസൻ്റെ സ്റ്റുഡിയോക്കാരെ. അവർ ഇത് ഷൂട്ട് ചെയ്തു. ഈ രണ്ട് സ്റ്റുഡിയോകൾ തമ്മിലുണ്ടായ അടി അവസാനം ഇത് തിയേറ്ററുകളിൽ വന്നപ്പോഴേക്ക്, ഇത് പ്രദർശനം തുടങ്ങിയപ്പോൾ ഏറ്റവും പരാജയപ്പെട്ടു പോയത് കാശ് മുടക്കിയ ഈ ബയോഗ്രാഫുകാരുടെ സിനിമയാണ്. ഏറ്റവും കളക്ഷൻ ഉണ്ടായത് എഡിസൻ്റെ സിനിമയാണ്. അതായത് അതിൽ അഡീഷണൽ ഉണ്ടായിരുന്നു. ഈ മല്ലയുദ്ധം മാത്രമല്ല, മല്ലയുദ്ധം കാണിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്ത് സ്റ്റുഡിയോക്കാർ തമ്മിലുള്ള അടിപിടിയും കൂടെ അവർ കാണിച്ചു. അതുകൊണ്ട് ആളുകൾക്ക് അത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത്. അപ്പോൾ ഇതുപോലെ ആണ് ഈ ഹോളിവുഡ് സ്റ്റുഡിയോകളുടെ ഉദയം പോലും ഈ തരത്തിലുള്ള ഒരു കിടമത്സരം കൊണ്ട് ഉണ്ടായതാണ്. എങ്ങനെയാണ് ഈ ഹോളിവുഡ് ഉണ്ടായതെന്നുള്ളത്? അന്നൊക്കെ ന്യൂയോർക്കിലായിരുന്നു ഈ സ്റ്റുഡിയോകളൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പം പറഞ്ഞ സ്റ്റുഡിയോകളൊക്കെ. പക്ഷേ അങ്ങനെ ഇരിക്കെ എഡിസൺ ചില സ്റ്റുഡിയോകളെയൊക്കെ ചേർത്ത് ഒരു നിയമമുണ്ടാക്കി അതനുസരിച്ച് അതിൻ്റെ ചിത്രീകരണാവകാശം അവർക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ അവർക്ക് അല്ലെങ്കിൽ അതിനുള്ള തുക അടച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ഷൂട്ട് ചെയ്യാവൂ എന്നൊരവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിയമം ഭേദിച്ച് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലരും ഇതിൽ പെടാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ എഡിസന് പൈസ അടച്ചിട്ട് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആളുകൾ. അവരൊക്കെ കൂടെ, ഗ്രിഫിത്തും ഒക്കെ കൂടി ഇതിൻ്റെ നിയമത്തിൽ പെടാത്ത സ്ഥലം നോക്കി അവർ യാത്ര ചെയ്തു. അങ്ങനെ പോയാണ് അവർ കാലിഫോർണിയയിൽ എത്തുന്നത്, ലോസ് ഏഞ്ചലസിലെത്തുന്നത്. ലോസ് ഏഞ്ചലസിലെത്തിയപ്പം നല്ല ലൊക്കേഷനൊക്കെ കണ്ടു. നല്ല ലൊക്കേഷൻ അവരവിടെ ഷൂട്ട് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വളരെ മനോഹരമായ ലൊക്കേഷൻസ് ഉണ്ട്. ഈ വെസ്റ്റേൺ ഫിലിമുകളൊക്കെ എടുക്കാൻ പറ്റിയ വലിയ പർവ്വതങ്ങളുമൊക്കെ ഉണ്ട്. നല്ല കാലാവസ്ഥയാണ്. അന്നത്തെ നൈറ്റ് ഫിലിമൊക്കെ വളരെ നല്ല കാലാവസ്ഥയിലാണെങ്കിൽ മാത്രമേ അത് സൂക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് പറ്റിയ കാലാവസ്ഥയായിരുന്നു അവിടെ. അങ്ങനെ വളരെ വിജയകരമായി ആ ഷൂട്ടിങ്. ഇതറിഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ധാരാളം സിനിമാക്കാരവിടെ വരാൻ തുടങ്ങിയപ്പോൾ അവിടെ സ്റ്റുഡിയോകളുണ്ടായി. അവിടെ ആർട്ടിസ്റ്റുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. ആ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹോളിവുഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഒരു സിനിമാ നഗരമായി മാറുന്നത്. ആ രീതിയിലാണ്. അപ്പോൾ പിന്നീട് ഇങ്ങനെ അവിടെ ഹോളിവുഡിൽ സിനിമകളൊക്കെ വന്ന കാലത്ത് ആദ്യത്തെ വളരെ പ്രസിദ്ധമായ സ്റ്റുഡിയോകളുണ്ട്. അവർക്കൊക്കെ ഓരോ പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോൾ പാരമൗണ്ട് സ്റ്റുഡിയോയ്ക്ക് ഹാസ്യ ചിത്രങ്ങളുമൊക്കെയാണ് അവരുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അവർക്ക് എഴുത്തുകാരും സംവിധായകരുമാണ് അവർക്ക് പ്രധാനം. അതേസമയം MGM, മെട്രോ ഗോൾഡ്വിൻ മേയർ, MGMൻ്റെ പ്രത്യേകത താരങ്ങളായിരുന്നു. ഏറ്റവും വലിയ താരങ്ങളായിരുന്നു അവരുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ MGMൻ്റെ ഒരു പബ്ലിസിറ്റി തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ, ആകാശത്തുള്ളതിനേക്കാൾ നക്ഷത്രങ്ങൾ ഞങ്ങളുടെ കോൺട്രാക്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതേസമയം 20th സെഞ്ച്വറി ഫോക്സ് അവർ വളരെ ചരിത്രപരമായ ചിത്രങ്ങളുടെ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റുഡിയോയും അവരവരുടേതായ രീതിയിൽ അവരവരുടെ സ്വഭാവം പുലർത്തുകയും ഓരോ സ്റ്റുഡിയോയ്ക്കും അവരുടേതായ സംവിധായകർ, അവരുടേതായ ആർട്ടിസ്റ്റുകളുണ്ട്. ഇനി ഇൻ കേസ് അതിലേതെങ്കിലും സംവിധായകനെയോ ആർട്ടിസ്റ്റിനെയോ മറ്റൊരു സ്റ്റുഡിയോയ്ക്ക് വേണമെങ്കിൽ ഈ സംവിധായകൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും മാത്രം പെർമിഷൻ പോരാ, ആ സ്റ്റുഡിയോയുടെ കൂടെ പെർമിഷൻ വാങ്ങണം. പെർമിഷൻ മാത്രം പോരാ, അവർക്കും പ്രതിഫലത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ സ്റ്റുഡിയോയ്ക്കും കൊടുക്കേണ്ടി വരും. ഈ തരത്തിലൊക്കെ ആയിരുന്നു ഈ സ്റ്റുഡിയോകൾ തമ്മിലുള്ള, അവിടെ ഈ വമ്പൻ സ്റ്റുഡിയോകൾ തമ്മിൽ പെരുമാറിയിരുന്നത്.